ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് 1 കിലോ തൂക്കം വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതാണ് ഞാൻ വിളിക്കുന്ന 1 കിലോ തൂക്കം വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്ക്. ബിഗിനേഴ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി നിങ്ങൾ മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ച് മാറ്റി വെക്കാം. അരിപ്പയിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുവാണ്. ഈ ഒരു കപ്പ് 250 ml ആണ്. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 2-3 തവണ നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ബേക്കിംഗ് ടിന്നും കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ റൗണ്ട് ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് സൈഡ് ഭാഗത്തും അടിഭാഗത്തൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബട്ടർ പേപ്പർ കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടറും തേച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കേക്കിലേക്കുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനായിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യം ലോ സ്പീഡിൽ മുട്ടയൊന്ന് പതഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലാത്തവർക്ക് വിസ്ക് വെച്ചിട്ടും ബീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ മിക്സിയുടെ ജാറിലും ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. മുട്ട ഇവിടെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള 1 കപ്പ് പഞ്ചസാര ഒരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മുട്ടയും പഞ്ചസാരയും കൂടി നല്ല ഫ്ലഫി ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു 6 മിനിറ്റോളം നല്ല ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം മുട്ടയും പഞ്ചസാരയും നല്ല ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ഹൈ സ്പീഡിൽ ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ലോ സ്പീഡിൽ ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 2-3 തവണയായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓയിൽ ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ബാറ്ററിലേക്ക് 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ പാലും ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്, മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കണം. അങ്ങനെ വാനില സ്പോഞ്ച് കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 40 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവൻ ഇല്ലാത്തവർക്ക് കുക്കറിലും അതുപോലെ സോസ് പാനിലും ബേക്ക് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെയും ഓവൻ്റെ ടെമ്പറേച്ചറിനും അതുപോലെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനും അനുസരിച്ച് ബേക്കിങ്ങിൻ്റെ സമയം മാറ്റം വരും. അങ്ങനെ ബാറ്റർ ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് ടിന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് ടാപ്പ് കൂടി ചെയ്ത് കൊടുക്കാം. അങ്ങനെ വാനില സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡിലെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. കേക്ക് തണുത്ത് വന്നതിന് ശേഷം നമുക്കൊരു 3 ലെയറായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കേക്കിന് നല്ല ഹൈറ്റും കിട്ടിയിട്ടുണ്ട്. അതുപോലെ കേക്ക് നല്ല സോഫ്റ്റും ആയിട്ടാണ് ഇരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് കേക്കിന് വേണ്ട വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള ബൗളിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ക്രീം നല്ല സ്റ്റിഫ് പീക്സ് ആകുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ വിപ്പിംഗ് ക്രീം ഇവിടെ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ടേണിംഗ് ടേബിളിൻ്റെ മുകളിൽ ഒരു 10 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡാണ് വെച്ചിരിക്കുന്നത്. കേക്ക് ബോർഡിൻ്റെ മുകളിൽ നമുക്ക് ആദ്യം കുറച്ച് ക്രീം ഒന്നാക്കി കൊടുക്കാം.
ക്രീം ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യത്തെ ലെയർ കേക്കും കൂടി വെച്ച് കൊടുക്കാം. ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിന് മുകളിൽ ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ ചെറി സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചെറി സിറപ്പാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ഒരു 3-4 ടേബിൾ സ്പൂൺ ചെറി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ചെറി സിറപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആദ്യത്തെ ലെയറിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്രീം ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിന് മുകളിൽ ചെറി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്ത് അതിന് മുകളിലും ചെറി സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് വീണ്ടും ചെറി ഇട്ട് കൊടുക്കാം. മൂന്നാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് നമുക്ക് ക്രീം വെച്ചിട്ട് കേക്ക് ഫുള്ളായിട്ടും കവർ ചെയ്തെടുക്കണം. അങ്ങനെ ക്രീം വെച്ചിട്ട് കേക്ക് ഫുള്ളായിട്ടും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് വൈറ്റ് വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു 2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. നോസിൽ നമ്പർ 2 ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി കേക്കിൻ്റെ മുകളിൽ ചുറ്റിൽ ഞാൻ കുറച്ച് റോസ് ഫ്ലവറും കൂടി ഒന്ന് വരച്ച് കൊടുക്കുവാണ്. അങ്ങനെ കേക്കിൻ്റെ മുകളിൽ ഫ്ലവർ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ സൈഡ്സിൽ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഞാൻ കേക്കിൻ്റെ അടിഭാഗത്ത് പ്രത്യേകിച്ച് ബോർഡർ ഒന്നും വരച്ച് കൊടുക്കുന്നില്ല. ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കേക്കിൻ്റെ സൈഡിലും വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ മുകൾ ഭാഗത്തും കൂടി വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇത് ഓർഡർ കേക്ക് ആയതുകൊണ്ട് നെയിം എഴുതണം. നെയിം എഴുതേണ്ട സ്ഥലത്ത് ഞാൻ ഒരു ഗ്ലാസ് വെച്ച് കൊടുത്തിരിക്കുവാണ്. ആ ഗ്ലാസ്സിന് ചുറ്റും നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. അങ്ങനെ കേക്കിന് മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഗ്ലാസ് എടുത്ത് മാറ്റിയതിന് ശേഷം അവിടെ പേരും കൂടി ഒന്ന് എഴുതി കൊടുക്കുവാണ്. അങ്ങനെ കേക്കിന് മുകളിൽ പേരൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ സ്റ്റിക്കും കൂടെ കുത്തി കൊടുത്തിട്ടുണ്ട്. പേരിന് താഴെ ഞാൻ കുറച്ച് ഷുഗർ സ്പ്രിങ്കിൾ വെച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ ഫ്ലേവറിൻ്റെ നടുക്കും ഷുഗർ സ്പ്രിങ്കിൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചും ഇഷ്ടത്തിനനുസരിച്ചും കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത്. അതോടൊപ്പം നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പായ മന്ന കിച്ചണിൽ എല്ലാവരും ജോയിൻ ചെയ്യാനും നിങ്ങൾ ചെയ്തിട്ടുള്ള റെസിപ്പികളുടെ ഫോട്ടോയൊക്കെ അതിലേക്ക് സെൻഡ് ചെയ്ത് തരാനും പിന്നെ ഫേസ്ബുക്ക് പേജുണ്ട് മന്ന ഹോം മെയ്ഡ് കേക്ക്സ്. ആ ഒരു പേജ് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.